ഇതിൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കേബേജ് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു പീസ് കേബേജ്, 2 പച്ചമുളക്, ഒരു സവാള ഇത്രയും എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തീരെ ചെറുതാക്കണ്ട, തോരത്തിൻ്റെ ഇതല്ല, വേണ്ട, ഈ രീതിയിൽ. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇത് നമുക്ക് ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിനാവശ്യം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ പച്ചമുളകും ക്യാബേജും കൂടെ ഇടാം. ഇതൊക്കെ പലർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാനൊന്ന് ഇടുന്നതാണ്. ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, തീ കുറച്ചിടാം. മൂടി വെച്ച് 2 മിനിറ്റ് മൂടി വെച്ചേക്കാം. നമുക്ക് ഒരിക്കൽ കൂടി അടപ്പ് മാറ്റി നോക്കാം. ഇനി അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങയും സ്വല്പം കറിവേപ്പിലയും കൂടെ, 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കും. മഞ്ഞപ്പൊടിയൊന്നും ഇടില്ല. മഞ്ഞപ്പൊടി ജീരകമൊക്കെ ഇടാക്കി തോരനാകും. തേങ്ങ ഒന്ന് നല്ല ചുവന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് ചുവന്ന് വരട്ടെ, എന്നാലേ ടേസ്റ്റ് കാണുള്ളൂ. കുഴഞ്ഞിരിക്കാതെ അല്പം ഒന്ന് ചുവന്ന് വരണം. കൊച്ചു പിള്ളേർക്കൊക്കെ ചോറ്റിനൊപ്പം കൊടുക്കാൻ നല്ല ഒരു മെഴുക്ക് പുരട്ടിയാണ്. മെഴുക്ക് പുരട്ടി ഏകദേശം ഇവിടെ റെഡിയായി. നിങ്ങൾ വിചാരിക്കും, ഓ ഇത് ആർക്കും വെക്കാറുണ്ട് എന്ന്. എല്ലാവർക്കും വെക്കാനറിയാം. പക്ഷേ ഇത് ഇങ്ങനെ ചുവന്ന് കളറിലാക്കി എടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. അങ്ങനെ എത്ര പേരാക്കിയെടുക്കും? ഇങ്ങനെ ചുവന്നെടുക്കണം. അല്ലാതെ കുഴ ഇരുന്നാൽ കുഴഞ്ഞു പോയാൽ മെഴുക്ക് പുരട്ടി തണുക്കുമ്പം ടേസ്റ്റ് കാണില്ല. ഇതാകുമ്പം നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്കിതിൽ അരി വറുത്തിടാം. അപ്പോൾ കടിക്കാൻ കിട്ടും അരി വറുത്തിടുമ്പോൾ. ഞാനിപ്പോൾ ഇതിൽ അരിയൊന്നും വറുത്തിടുന്നില്ല. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം. ഞാനിത് ഇനി ഗ്യാസ് ഓഫ് ചെയ്യണം.